ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നരച്ച മുടി കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കുള്ള നല്ല കിടിലൻ ടിപ്സ് ആയിട്ടാണ് കേട്ടോ. യൂട്യൂബിൽ തന്നെ ആദ്യമായി ചക്കക്കുരു കൊണ്ട് എങ്ങനെ മുടി കറുപ്പിക്കാം എന്നുള്ള നല്ല കിടിലൻ ടിപ്സ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വേറെയും ടിപ്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇപ്പം ചക്കയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ കുറേ ചക്കക്കുരു ഉണ്ടാവും. അപ്പോൾ സീസൺ കഴിഞ്ഞാലും നമുക്ക് വർഷങ്ങളോളം എങ്ങനെ ചക്കക്കുരു കേടാവാതെ ഫ്രഷ് ആയിട്ട് സൂക്ഷിക്കാം എന്നുള്ള കുറച്ച് ടിപ്സാണ് ഫസ്റ്റ് ആയിട്ട് ഞാനിവിടെ കാണിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ഇവിടെ കുറച്ച് ചക്കക്കുരു ഇതുപോലെ ഒന്ന് നന്നായിട്ട് കഴുകി എടുക്കുന്നുണ്ട്. നന്നായിട്ട് പഴുത്ത ചക്കയുടെ കുരുവാണ് കേട്ടോ. അപ്പം നല്ല മൂത്ത കുരു തന്നെയാണ്. അപ്പോൾ അതുപോലുള്ള കുരു എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചധികം കാലം തന്നെ കേടാവാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഞാനിതൊന്ന് നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. നിങ്ങൾ കുറച്ചധികം വർഷങ്ങളോളം സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ നന്നായിട്ട് കഴുകി 2 ദിവസം വെള്ളത്തിലിട്ട് വെക്കുക. അതിൻ്റെ ഒരു പുളിരസമുണ്ട്, അത് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ കഴുകി വെച്ചിട്ടുള്ളത് ന്യൂസ് പേപ്പറിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോട്ടൺ തുണിയിലേക്കും വെച്ച് കൊടുക്കാവുന്നതാണ്. ചക്കക്കുരു സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ നല്ല വെയിലിൽ വെച്ച് നമ്മൾ ഉണക്കിയെടുക്കരുത്. ഇതുപോലെ ഫാനിൻ്റെ അടിയിലോ അല്ലെങ്കിൽ നിഴലത്ത് വെച്ചോ ഉണക്കിയെടുക്കുക കേട്ടോ. അപ്പോഴേ നമുക്ക് കുറേ അധികം ദിവസം കേടാവാതെ ഇരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇതുപോലെ പൊട്ടിയതും കീറിയതുമായിട്ടുള്ള കുരു ഉണ്ടെങ്കിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. നന്നായിട്ട് മൂത്ത കുരു ആയതുകൊണ്ടാണ് ഇതുപോലുള്ളത്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതുപോലെ കാണിച്ചു എന്ന് മാത്രം. നിങ്ങൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ളതൊക്കെ ഒന്ന് ഒഴിവാക്കുക കേട്ടോ. അപ്പം ഞാൻ നേരത്തെ കഴുകി 2 ദിവസം വെള്ളത്തിലിട്ട് വെച്ച ചക്കക്കുരു ആയിരുന്നത്. ഇതും കൂടെ ഞാൻ ഇതുപോലെ ഒന്ന് ന്യൂസ് പേപ്പറിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എത്ര കുരു ഉണ്ടെങ്കിലും നമുക്ക് ഈ രീതിയിൽ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇതിൽ ഞാൻ പൊട്ടിയതും കീറിയതും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ചായതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. കുറച്ച് അധികം തന്നെ നമ്മൾ എടുത്ത് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുന്ന രീതിയിൽ തന്നെ നിങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണേ. അപ്പം ഞാൻ എല്ലാം നന്നായിട്ടൊന്ന് ഫാനിൻ്റെ അടിയിൽ വെച്ചിട്ടൊന്ന് ഉണക്കിയെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എല്ലാം ഇതുപോലെയാണ് നമുക്ക് ചക്കക്കുരു ഉള്ളത്. അതുകൊണ്ടാണ് എനിക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തത്. അപ്പം നിങ്ങൾ എടുക്കുന്ന സമയത്ത് നല്ല ചക്കക്കുരു തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. ഇനി അങ്ങനെ കുറച്ചധികം കാലം നമുക്കിത് സൂക്ഷിച്ച് വെക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള ഒരു പ്ലാസ്റ്റിക് കവറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു ടിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്ലാസ്റ്റിക് കവർ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. ഒരു 2-3 പ്ലാസ്റ്റിക് കവറിൽ ഇതുപോലെ ഒന്ന് കെട്ടി വെച്ച് കൊടുത്തതിന് ശേഷം മൺപാത്രങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഓരോരോ കവറിൽ ഉള്ളത് എടുക്കാം. നമ്മളെല്ലാം ഒരുമിച്ച് ഒരു കവറിൽ കെട്ടി കൊടുക്കുന്ന സമയത്ത് അത് തുറക്കുമ്പോൾ വീണ്ടും അത് നമ്മൾ അടച്ചു വെക്കും. അതിലേക്ക് വായു കയറും. അതുമൂലം നമ്മളെ ചക്കക്കുരുയൊക്കെ കേടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു 2-3 കവറിലാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ മൺകലത്തിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു ന്യൂസ് പേപ്പർ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്രിഡ്ജിൽ എങ്ങനെ നമുക്കിത് സൂക്ഷിച്ച് വെക്കാമെന്നാണ് ഞാനിവിടെ കാണിക്കുന്നത്. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ പേപ്പർ വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിൽ ചക്കക്കുരു ഇട്ട് അതിൻ്റെ മുകളിൽ പേപ്പർ വെച്ചിട്ട് ഈർപ്പം ഒട്ടും ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാത്ത രീതിയിൽ നമുക്ക് എയർ ടൈറ്റ് ആയിട്ട് ഇതുപോലെ അടച്ചു സൂക്ഷിക്കാവുന്നതാണ്. മാസങ്ങളോളം നമുക്കിത് കേടാവാതെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അടുത്തതായിട്ട് ഞാനിവിടെ കാണിക്കുന്നത് കുറച്ച് എംസാൻഡാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് മണൽ വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് എംസാൻഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചക്കക്കുരു ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടെ എംസാൻഡ് ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് ചക്കക്കുരു ഇട്ട് കൊടുക്കാം. ഈ രീതിയിൽ നമുക്ക് വർഷങ്ങളോളം ചക്കക്കുരു സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇതൊന്നും അല്ലെങ്കിലും നല്ല നനവില്ലാത്ത സ്ഥലത്ത്, നല്ല ഉണങ്ങിയ സ്ഥലത്ത് കുറച്ച് മണ്ണെടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചക്കക്കുരു ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ആ മണ്ണൊന്ന് മൂടി കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരിക്കലും ആ മണ്ണ് നമ്മൾ നനയ്ക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ചക്കക്കുരു മുളയ്ക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചധികം ചക്കക്കുരുവൊക്കെ കിട്ടുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം പൊടിയായിട്ട് വറുത്തും സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ ഇതുപോലുള്ള പുല്ലാഞ്ചി ഇല ഉണ്ടെങ്കിൽ ഇത് ഇട്ടിട്ട് നമുക്ക് ചക്കക്കുരു കേടാവാതെ കുറേ കാലം സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ഒരു റെസിപ്പിയാണ് കേട്ടോ. ചക്കക്കുരു വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചക്കക്കുരു ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്കിതൊന്ന്
തൊലിച്ചെടുക്കാം. കുറച്ചധികം ചക്കക്കുരുക്കെ ഉള്ള സമയത്ത് തൊലി കളയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ ജസ്റ്റ് ഒരു വിസിലടിച്ചതിന് ശേഷം നമ്മൾ തൊലിച്ചെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് അതിൻ്റെ തോലൊക്കെ റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ തോലൊക്കെ ഒന്ന് റിമൂവ് ആക്കിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ ഉണക്കി പൊടിച്ച് വെച്ചിട്ടുള്ള പൊടിയാണെങ്കിലും ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ചക്കക്കുരു എടുത്തു എന്ന് മാത്രം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുട്ടുപൊടിയാണ്. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ചക്കക്കുരുവിൽ ഉള്ള വെള്ളം മാത്രം ഉപയോഗിച്ചാണ് ഞാൻ ഈ പുട്ടുപൊടി കുഴച്ചെടുക്കുന്നത്. പുട്ടുപൊടിക്ക് മാത്രമല്ല കേട്ടോ, നമ്മൾ ഏത് റെസിപ്പി ഉണ്ടാക്കുന്ന സമയത്തും ചക്കക്കുരു പൊടിച്ചതാണെങ്കിലും അരച്ചിട്ടൊക്കെ ചേർക്കുകയാണെങ്കിൽ അടിപൊളി നല്ലൊരു വെറൈറ്റിയും ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളത് തന്നെയായിരിക്കും. അപ്പോൾ ചക്കക്കുരു കഴിക്കാത്ത മക്കളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ റെസിപ്പികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ഈ ഒരു പൊടിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും മക്കളൊക്കെ ഇഷ്ടത്തോടെ കഴിക്കുന്നതാണ്. അപ്പം ഞാൻ ഈ പുട്ടുപൊടിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിത് മിക്സി ജാറിൽ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ആ സമയത്താണ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ മിക്സാക്കി എടുക്കുന്ന സമയത്ത് കട്ടകളായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ കുറച്ചുകൂടെ ഒന്ന് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടല്ലോ, ഈ ചക്കക്കുരുവിൽ തന്നെ അത്യാവശ്യം വെള്ളം ഉണ്ട് കേട്ടോ. ഒരു തുള്ളി പോലും വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടില്ല. എന്നാലും നല്ല വെള്ളത്തോടെയാണ് ഇതുള്ളത്. അപ്പം ഞാൻ പുട്ടുപൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നന്നായിട്ട് കട്ടകളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പുട്ടുപൊടി ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് പുട്ടുകുടത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളെപ്പോഴും എങ്ങനെയാണോ പുട്ടുണ്ടാക്കുന്നത് ആ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നന്നായിട്ട് വെന്തതിന് ശേഷം ഞാൻ പുട്ടുകുടത്തിൽ നിന്നും അതൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈസിയും ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള പുട്ടുണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇത് പുട്ടിന് മാത്രമല്ല ഏത് റെസിപ്പികൾ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഈ ചക്കക്കുരു ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറന്നു പോകരുത്. അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. ചക്കക്കുരു ഇതുപോലെ കുറച്ച് നേരം പാലിലൊന്ന് സോക്ക് ചെയ്ത് നെല്ലിക്കയും കൂടെ ചേർത്ത് നമ്മുടെ തലയിൽ അരച്ച് തേക്കുകയാണെങ്കിൽ മുടി നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ കുറച്ച് ചക്കക്കുരുയും കറ്റാർവാഴയും അതുപോലെ ഉലുവയും കൂടെ നന്നായിട്ട് അരച്ചതിന് ശേഷം നമ്മളുടെ തലയിൽ തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂറിന് ശേഷം നമ്മൾ കഴുകിക്കളയുകയാണെങ്കിൽ താരൻ പോകാനും അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളരാനും മുടി പൊട്ടുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചക്കക്കുരു നന്നായിട്ടൊന്ന് കഴുകി ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ തോൽ ഇതുപോലെ ഒന്ന് കളഞ്ഞെടുക്കാം. ഇതിൻ്റെ ഒരു കാപ്പി കളർ പോർഷൻ ഞാൻ കളഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അതും കൂടെ കളഞ്ഞെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ രൂപത്തിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ചെറിയ മിക്സി ജാറിലേക്ക് ഇതുപോലെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിട്ടുണ്ട്. ചക്കക്കുരുയിൽ ധാരാളമായിട്ട് വിറ്റാമിൻ സി, ഫൈബർ എല്ലാം അടങ്ങിയിട്ടുണ്ട്. കൊളാജൻ നന്നായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ ചക്കക്കുരു. അതുകൊണ്ട് തന്നെ നമ്മളുടെ നരച്ച മുടിയിലൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കെമിക്കലൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കറുപ്പായി കിട്ടുന്നതാണ്. അപ്പം ഞാൻ ഇതുപോലൊരു തുരുമ്പെടുത്തൊരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലുള്ള ചട്ടി ഉണ്ടെങ്കിൽ ഇത് തന്നെ എടുക്കുക കേട്ടോ. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കറുപ്പ് നിറമാകുന്നവരെ തന്നെ ഒന്ന് വറുത്തെടുക്കണം. വളരെ പെട്ടെന്ന് നമുക്കിത് കളർ മാറി വരും കേട്ടോ. അതുവരെ തന്നെ നമ്മളൊന്ന് ഹൈ ഫ്ലെയിമിലിടാതെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. കൊളാജൻ ഉൽപ്പാദനത്തിൻ്റെ കുറവ് മൂലം നമുക്ക് നരച്ച മുടി ഉണ്ടാവുന്നതാണ്. ഇതിൽ ധാരാളമായിട്ട് കൊളാജൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ മുടി വേരോടുകൂടെ തന്നെ കറുക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിച്ചെടുക്കാതെ ഡയറക്റ്റായിട്ട് ചക്കക്കുരു ഒന്ന് വറുത്തെടുത്തതിന് ശേഷം പൊടിച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ നമ്മൾ അരച്ചെടുത്തതിന് ശേഷം വറുക്കുകയാണെങ്കിലും വളരെ പെട്ടെന്നായി കിട്ടും കേട്ടോ. നിങ്ങൾക്ക് ഏതാണ് എളുപ്പമായിട്ട് തോന്നുന്നത് ആ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം നമ്മളുടെ ചക്കക്കുരു പൊടീൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നുണ്ട്. ഈ ഒരു കളറിലല്ല, നന്നായിട്ട് ഡാർക്ക് ബ്ലാക്ക് ആവുന്നത് വരെ തന്നെ നമുക്കിത് വറുത്തെടുക്കണം. അപ്പോഴേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. അതുവരെ തന്നെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം നന്നായിട്ട് ഇത് ഡാർക്കായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ലൈവായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. നന്നായിട്ട് ബ്ലാക്കായി വരുന്നുണ്ട്.
ഈ സമയത്ത് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സി ജാറിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം നമുക്ക് ചക്കക്കുരുവൊക്കെ നന്നായിട്ട് ഇവിടെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത്. ഇനി ഞാനിതൊന്ന് അരിച്ചും കൂടെ എടുക്കുന്നുണ്ട്. നമുക്കിപ്പോൾ എത്രയാണോ അത്യാവശ്യം അതിന് മാത്രമാണ് ഞാനിവിടെ അരിച്ചെടുക്കുന്നത്. ബാക്കി ഞാൻ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ എടുത്തു വയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇനി ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്ന അതേ ഇരുമ്പ് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മുടെ ചക്കക്കുരു പൊടിച്ചതാണ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇതിൽ നന്നായിട്ട് വലിയ വലിയ പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടാകും. അത് പോകാൻ വേണ്ടിയിട്ടാണ് നല്ല നൈസായിട്ട് നമ്മളിതൊന്ന് അരച്ചെടുക്കുന്നത്. ഇതോടുകൂടെ തന്നെ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പിന്നെ നമ്മളുടെ തലയോട്ടിയിലൊക്കെ ഒട്ടിപ്പിടിച്ച് പോകാൻ വേണ്ടിയിട്ട് നല്ല പാടായിരിക്കും കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു തേയില വെള്ളം ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതൊരു വേമ്പാളം പട്ടയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. മുടിയുടെ വളർച്ചയ്ക്കായാലും അതുപോലെ തന്നെ മുടി നല്ല കരുത്തോടു കൂടിയും കറുപ്പായിട്ട് വളരാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഈ വേമ്പാലം പട്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് 3 ടേബിൾ സ്പൂൺ ചായപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ എസൻസ് ഒക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി വരുന്നത് വരെ തന്നെ തിളപ്പിച്ചെടുക്കണം. നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തില്ല, അത് 1/2 കപ്പ് ആകുന്നത് വരെ തന്നെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം നമ്മളുടെ ഈ ഒരു ഡിക്കോഷൻ്റെ കളറൊക്കെ നന്നായിട്ട് ഒരു ഡാർക്കായിട്ട് മാറുന്നുണ്ട്. ഇതൊന്ന് ചൂടാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം ഞാൻ അടുപ്പിൽ നിന്നൊന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമുക്ക് വറ്റി കിട്ടിയിട്ടുണ്ട്. ഈ വേമ്പാലം പട്ട വെറുതെ നമുക്ക് എണ്ണയിലിട്ട് വെച്ചിട്ട് തേക്കുകയാണെങ്കിലും നല്ല റിസൾട്ട് തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് 2 ടേബിൾ സ്പൂൺ ഹെന്ന പൗഡറാണ്. ഞാൻ വീട്ടിൽ നാച്ചുറലായിട്ട് പൊടിച്ചെടുത്ത പൊടിയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നത്. അപ്പോൾ നല്ല ഫൈനായിട്ടുള്ള പൊടി മാത്രമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏകദേശം 2 ടേബിൾ സ്പൂൺ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. ഇനി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന സൊല്യൂഷനിൽ നിന്നും കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. മുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളരാനും സഹായിക്കുന്ന ഒന്നാണ് നമ്മളുടെ ഹെന്ന. പണ്ട് കാലം മുതൽ തന്നെ ഡൈയിന് പകരമായിട്ട് യൂസ് ചെയ്തിരുന്ന ഒന്നാണ് കേട്ടോ ഹെന്ന. മുടിക്ക് നല്ല തിളക്കം അതുപോലെ തന്നെ ഇടതൂർന്ന മുടി ഉണ്ടാവാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. മാത്രമല്ല നല്ല ചൂടുള്ള ക്ലൈമറ്റിൽ നമ്മളെ തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും ഈ ഹെന്ന സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഡിക്കോഷൻ ഒന്ന് ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന സമയത്ത് കുറച്ച് അധികം തന്നെ ഈ ഡിക്കോഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് ഡ്രൈ ആയി വരുമ്പോൾ നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ തലയിൽ തേച്ച് കൊടുക്കുമ്പോൾ അത് ഒലിച്ചിറങ്ങുന്ന പരുവത്തിൽ നമ്മളത് ലൂസാക്കി എടുക്കരുത്. നമ്മൾ തലയിൽ തേച്ചാൽ അത് തലയിൽ ഇരിക്കണം, ആ ഒരു പരുവത്തിലാക്കി എടുക്കണം കേട്ടോ. എണ്ണയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു 2 മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു. അപ്പോൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ സൊല്യൂഷൻ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നീലാമ്പരി പൊടിയാണ് കേട്ടോ. നീലാമ്പരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ചും കൂടി ഡിക്കോഷൻ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, നീലാമ്പരി ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ അരമണിക്കൂർ 1 മണിക്കൂർ ഒന്നും വെക്കരുത്. അപ്പോൾ തന്നെ ഒരു 5 മിനിറ്റ് വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് കുറേ സമയം നമ്മൾ തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ട് നീലാമ്പരി ഇട്ടിട്ട് അങ്ങനെയൊന്ന് തേച്ചാൽ നമുക്ക് റിസൾട്ട് കിട്ടില്ല. പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് തേക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെന്ന പൗഡർ ഇട്ടിട്ട് ഒരു ഓവർനൈറ്റ് വെച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 2 മണിക്കൂർ വെച്ചിട്ടുള്ളൂ. ഈ നീലമരി വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് മുടിയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. നല്ലൊരു റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുന്നത്. പ്രായഭേദമന്യേ നമുക്ക് കെമിക്കൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ യാതൊരു പേടിയും കൂടാതെ യൂസ് ചെയ്യാം. മുടി വേരിൽ നിന്ന് തന്നെ നന്നായിട്ട് കറുപ്പായിട്ട് വരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ ആണ്. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കുളിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് അരമണിക്കൂർ വെച്ചതിന് ശേഷം താളിയോ അല്ലെങ്കിൽ ചെറുപയർ പൊടിയോ ഹെർബൽ ഷാമ്പൂ ഒക്കെ ഇട്ട് കഴുകി കളയാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ. ആഴ്ചയിൽ ഒരു 2 തവണയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.